നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിലൊന്ന് നോക്കാം. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ കുറ്റസമ്മതം. ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ. മൃതദേഹം പല കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു. കുറ്റസമ്മതമൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ തെളിവെടുപ്പ് നടത്തും. ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങൾ വാങ്ങിയ കേസിൽ ഇഡി ഇന്ന് കേസെടുത്തേക്കും. അന്വേഷണം തുടർന്ന് എൻഐഎയും ഇഡിയും GST വകുപ്പും. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിലപാട് മയപ്പെടുത്തി പാലക്കാട് DCC. രാഹുലിന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. 38 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ മണ്ഡലത്തിൽ എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം. KJ ഷൈനെതിരായ അപവാദ പ്രചരണ കേസിൽ KM ഷാജഹാനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ സമർപ്പിക്കും. ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു. കൊണ്ടോട്ടി അബു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ യാസറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. CPI ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരും. ശക്തമായി എതിർത്ത് കേരളം. UP ബീഹാർ ഘടകങ്ങൾ രാജയെ പിന്തുണച്ചു. P. സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടേക്കും. സമ്മേളനം ഇന്ന് കൊടിയിറങ്ങും. ലഡാക്കിലെ സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച് കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. നിരാഹാര സമരം അവസാനിപ്പിച്ചു വാങ്ചുക്ക്. ലേയിൽ നിരോധനാജ്ഞ തുടരുന്നു. പാകിസ്ഥാനുമായി സഹകരണം ശക്തിപ്പെടുത്താൻ അമേരിക്ക. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ന് വാഷിംഗ്ടണിലെത്തും. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച. ഗാസയിൽ ഇസ്രായേൽ കരസേനയുടെ ആക്രമണം തുടരുന്നു. 24 മണിക്കൂറിനിടെ 80 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഹൂതികൾ. ലഹരിക്കടിമയാകുന്നവർക്ക് സൗജന്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംയോജിത പുനരധിവാസ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. IRCAകൾക്കുള്ള ധനസഹായ വിതരണം മുടങ്ങിയിട്ട് 1.5 വർഷം. ഓരോ കേന്ദ്രവും പ്രവർത്തിക്കുന്നത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിൽ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. സൂപ്പർ 4-ൽ ബംഗ്ലാദേശിനെ 41 റണ്ണിന് തോൽപ്പിച്ചു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിലെ വിജയിയെ ഫൈനലിൽ ഇന്ത്യ നേരിടും. വിശദമായി കടക്കുകയാണ് നമ്മൾ വാർത്തകളിലേക്ക്. ആദ്യം പോകുന്നത് ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതൊരു കൊലപാതകം തന്നെ എന്ന് തെളിയുന്ന തരത്തിലേക്ക് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ്. ബിന്ദുവിനെ കൊന്നത് തന്നെ. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ നിർണായക വെളിപ്പെടുത്തൽ. ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യന്റെ കുറ്റസമ്മതം. മൃതദേഹം പല കഷ്ണങ്ങളായി മുറിച്ച് മറവ് ചെയ്തു. ജൈനമ തിരോധാന കേസിൽ ചോദ്യം ചെയ്യലിനിടയിലാണ് ബിന്ദുവിനെ കൊന്നുവെന്ന് പ്രതി സമ്മതിച്ചത്. കുറ്റസമ്മതമൊഴി ക്രൈംബ്രാഞ്ച് കോടതിയിൽ ഹാജരാക്കി. സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും. ഈ ബിന്ദു പത്മനാഭൻ കൊലപാതകവും തിരോധാനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും മറ്റ് 4 യുവതികളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ തിരോധാന കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഈ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് 2006-ലാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷ്വൽ റെപ്രസെന്റേഷനാണ് ഇപ്പോൾ പ്രേക്ഷകർ TV സ്ക്രീനിൽ കാണുന്നത്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. 5 യുവതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഈ സെബാസ്റ്റ്യൻ സംശയിച്ചിരുന്നത് പോലീസ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പല ഘട്ടങ്ങളിലും ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ പതറി നിന്ന അന്വേഷണ സംഘത്തെ നമ്മൾ കണ്ടതാണ്. കാരണം ശാസ്ത്രീയമായ പല അന്വേഷണ തെളിവുകളും പുറത്തേക്കെത്താൻ കാലതാമസം എടുത്തു എന്നത് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ അന്വേഷണം വൈകാൻ ഇടയുണ്ടായത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുമോ എന്ന സംശയത്തിലേക്ക് നിന്നുപോയത്.
തുടക്കം മുതൽ തന്നെ സെബാസ്റ്റ്യൻ ആണ് ഈ 5 സ്ത്രീകളുടെയും തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു കുബുദ്ധി എന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നുവെങ്കിലും ഇവരെ കൊല ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള സംശയത്തിൽ ഉറപ്പിക്കാൻ പോലീസിന് കഴിയുന്നുണ്ടായിരുന്നെങ്കിലും കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിലും സെബാസ്റ്റ്യൻ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലടക്കം പരിപൂർണമായി സഹകരിക്കാത്തതുമെല്ലാം അന്വേഷണ സംഘത്തെ വലച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ വളരെ നിർണായകമായ മൊഴി തന്നെ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. അത് സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുകയാണ്. താൻ ഇപ്പോൾ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു കുറ്റസമ്മത മൊഴിയാണ് ഇപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളായി മുറിച്ച് മറവു ചെയ്തു എന്നാണ് സെബാസ്റ്റ്യൻ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വേളാങ്കണ്ണിയിൽ അടക്കം ഇനി നിർണായകമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 5 സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം, അതിൻ്റെ ഒരു നാൾ വഴികൾ, അവരെ കാണാതായത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഓടിച്ചിട്ട് പരിശോധിച്ചാൽ 2006 ഈ ബിന്ദു പത്മനാഭൻ എന്ന യുവതിയെ കാണാതാവുന്നത്. ഈ ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് എവിടെയും എത്താതെ നിൽക്കുന്ന സമയത്താണ് മറ്റ് പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാനത്തിലേക്കടക്കം ആ കേസുകളൊക്കെയും പോലീസിന് മുന്നിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ 2012 ഐഷ എന്ന സ്ത്രീയെ കാണാതാകുന്നത്. ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും ഈ ഐഷ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു നിഗമനത്തിലേക്കും എത്താൻ പോലീസിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഐഷയെ 2012 മെയ് 13 കാണാതാവുന്നത്. ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് തിരിച്ചെത്തിയില്ല എന്നതായിരുന്നു ഈ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്. പിന്നീട് 2020 സിന്ധു എന്ന ബിന്ദുവിനെ കാണാതാകുന്നത്. ഈ സിന്ധു എന്ന ബിന്ദുവിനെ കാണാതാവുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഈ കാണാതായ യുവതികൾക്കെല്ലാം സമാനമായ ജീവിത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യന്റെ എല്ലാ കേസിലെയും മോട്ടീവ് എന്ന് പറയുന്നത് ഇവരുടെ സമ്പത്ത് തട്ടിയെടുക്കുക എന്നത് ആയിരുന്നു എന്നും പോലീസിന് നിഗമനമുണ്ട് എന്നതാണ്. ഇനി 2024 ഈ ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കാണാതാകുന്നത്. 2024 ഡിസംബർ 23 ജൈനമ്മയെ കാണാതാകുന്നത്. പാലായിൽ ധ്യാനത്തിന് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്ത സാഹചര്യത്തിലാണ് ജൈനമ്മയും കാണാതായിരിക്കുന്നു. ജൈനമ്മയ്ക്ക് മറ്റപായങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സംശയത്തിലേക്ക് വീട്ടുകാർ എത്തുന്നതും പിന്നീട് അത് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഒരു കേസായി പരാതിയായി എത്തുന്നതും. ഇനി നമുക്ക് ശരണ്യ സ്നേഹജനിലേക്ക് കടക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അതെ, 5ാമത്തെ യുവതിയെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങളാണ്. ഏലിയാമ്മ എന്ന് പറയുന്ന യുവതിയാണ് 2018 ജൂലൈ 4 കാണാതായത്. എങ്കിൽ പോലും ഈ ജൈനമ്മ തിരോധാനം അടക്കം ബിന്ദു പത്മനാഭൻ തിരോധാനവും സിന്ധു എന്ന ബിന്ദുവിന്റെ തിരോധാനവും ഒക്കെ ആ കേസുകളൊക്കെ ചർച്ചയായതിനു ശേഷമാണ് പിന്നീട് ഈ ഏലിയാമ്മ എന്ന് പറയുന്ന സ്ത്രീയെ കൂടി 2018 കാണാതായിട്ടുണ്ട്. അതിന് പിന്നിലെ കറുത്ത കരങ്ങളും അത് സെബാസ്റ്റ്യന്റേതാണ് എന്ന തരത്തിലേക്കുള്ള സംശയം ബലപ്പെടുന്നത്, അതിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നത്. ശരണ്യ സ്നേഹജനിലേക്ക് അല്പസമയത്തിനകം നമുക്ക് എത്താം. എന്തായാലും ഈ 5 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ആദ്യഘട്ടങ്ങളിലൊന്നും ഒരു തരത്തിലും ഈ അന്വേഷണത്തോടോ ചോദ്യം ചെയ്യലിനോടോ സെബാസ്റ്റ്യൻ സഹകരിക്കാതിരിക്കുന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഈ ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ നിർണായകമായ മൊഴി സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ബിന്ദുവിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല, മൃതദേഹം താൻ പല കഷ്ണങ്ങളായി മുറിച്ച് മറവു ചെയ്തു എന്നും പോലീസിനോട്, അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ച് ഇനി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം സെബാസ്റ്റ്യനുമായി വേളാങ്കണ്ണിയിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 5 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കാൻ ഈ സെബാസ്റ്റ്യന്റെ കുറ്റസമ്മത മൊഴിയിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ,
ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ആദ്യ ഘട്ടങ്ങളിൽ ഒന്നും സഹകരിക്കാതിരുന്ന സെബാസ്റ്റ്യന്റെ ഭാഗത്തു നിന്ന് തന്നെ താൻ കൊല ചെയ്തു എന്ന കുറ്റസമ്മതമൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ 5 സ്ത്രീകളുടെ തിരോധാന കേസിലും അത് നിർണായക ഘടകമായി മാറും. പല വഴിത്തിരിവുകളിലേക്കും കേസുകളെ കൊണ്ടെത്തിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭന്റെ കേസിൽ നിർണായകമായ കുറ്റസമ്മത മൊഴി അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാം, സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട് കേന്ദ്രീകരിച്ച് നടന്ന 5 സ്ത്രീകളുടെ തിരോധാനം, അതിൽ തന്നെ സെബാസ്റ്റ്യനുമായി ചുറ്റിപ്പറ്റി 3 സ്ത്രീകൾക്ക് കൃത്യമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന്, അതായത് അവർ ആരും ജീവിച്ചിരിപ്പില്ല എന്നും അവർക്ക് കൃത്യമായ ഒരു ഇൻവോൾവ്മെന്റ് അവരുടെ സെബാസ്റ്റ്യനുമായി ഇവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യൻ ഉണ്ട് എന്നുള്ള ഒരു നിഗമനം ത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ, അതായത് ഇതിന്റെയൊക്കെ തുടക്കം എന്ന് നമ്മളൊക്കെ കരുതുന്ന 2006 ബിന്ദു പത്മനാഭൻ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിർണായകമായ ഒരു കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു കുറ്റസമ്മത മൊഴി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ കോടതിയിൽ നിന്നും ആലപ്പുഴയിലെ അന്വേഷണ സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. ഈ കസ്റ്റഡി അപേക്ഷയ്ക്കായി നൽകിയ ഇതിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്ന ഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തി എന്നുള്ള, അതായത് ഇതുവരെ ഒരു മിസ്സിംഗ് കേസായാണ് ബിന്ദു പത്മനാഭൻ കേസ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി ബിന്ദു കൊല ചെയ്യപ്പെട്ടെന്നും അത്തരത്തിൽ ഒരു വകുപ്പുകളടക്കം ചേർത്തുകൊണ്ട് ഈ കേസ് ക്രൈംബ്രാഞ്ച് അതിന്റെ ഒരു ഘടന മാറ്റിയത് തന്നെ 1 മാസം മുമ്പാണ്. 302 അടക്കമുള്ള പഴയ കൊലപാതകമാണ്. അതുകൊണ്ട് കൊലപാതക കുറ്റം പഴയ 302 അടക്കം ചുമത്തിക്കൊണ്ടാണ് അവിടെ ബിന്ദു പത്മനാഭൻ കേസിൽ സെബാസ്റ്റ്യനെതിരെ ഈ കേസിന്റെ വകുപ്പുകൾ ഉയർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയിരുന്നത്. ക്രൈംബ്രാഞ്ച് ആ റിപ്പോർട്ട് നൽകിയ 1 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായുള്ള ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ബിന്ദു പത്മനാഭനെ അയാൾ കൊല ചെയ്തു എന്നുള്ള കുറ്റസമ്മത മൊഴിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ നേരത്തെ നമുക്കറിയാം 6 കേസുകൾ, തട്ടിപ്പ് കേസുകൾ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ബിന്ദു പത്മനാഭന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്ത കോടീശ്വരനായ, അത്തരത്തിൽ ധനം സമ്പാദിക്കാൻ കഴിഞ്ഞ ഒരാളാണ് സെബാസ്റ്റ്യൻ. അതിനുശേഷമാണ് ഇയാൾ അത്രയധികം ശക്തനായി നിയമ സംവിധാനങ്ങളെ ഉപയോഗിക്കാനും മറ്റ് അഭിഭാഷകർ കൃത്യമായ പരിശീലനത്തോടു കൂടി അന്വേഷണ സംഘത്തെ അഭിമുഖീകരിക്കാനും ഒക്കെ തുടങ്ങിയത്. ഈ ബിന്ദു പത്മനാഭന്റെ കേസിന്റെ തുടക്കം എന്ന് പറയുന്നത് 2017 സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയാണ്. പ്രവീൺ ഇറ്റലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 2017 കാലയളവ് വരെ ബിന്ദു വീട്ടുകാരുമായി അകൽച്ചയിൽ ആയിരുന്ന ഒരാളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം 2002 അമ്മ മരിക്കുന്നു. 2003 അച്ഛൻ മരിക്കുന്നു. അപ്പോൾ ഈ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പത്മനാഭപിള്ള മരിക്കുന്നതിന് തൊട്ട് മുമ്പ് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ബിന്ദു പത്മനാഭന്റെ പേരിലേക്ക് പത്മനാഭപിള്ളയുടെ മുഴുവൻ 2 മക്കളുണ്ടെങ്കിലും പത്മനാഭപിള്ളയുടെ മുഴുവൻ സ്വത്തുക്കളും ഒരു പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ചുകൊണ്ട് ബിന്ദു പത്മനാഭന്റെ പേരിലേക്ക് മാറ്റപ്പെടുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ ഈ പത്മനാഭപിള്ളയും മരിക്കുകയാണ്. ഇത് മരിച്ച ശേഷം അമ്മയും അച്ഛനും മാസങ്ങളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് ബിന്ദു സ്വതന്ത്രമായി സ്വത്തുക്കൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. സഹോദരനെതിരെ ഹേബിയസ് കോർപ്പസ് ഹർജി സഹോദരനെതിരെ അത്തരത്തിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഹൈക്കോടതിയിൽ നിന്ന് ബിന്ദു പത്മനാഭൻ നേടുന്നു. സഹോദരനെ വീട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ ബിന്ദുവിൽ നിന്നും അകറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. ബിന്ദു അമ്പലപ്പുഴയിലെ ബന്ധുക്കളുമായി അടുത്ത് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ 2006 ശേഷം ബിന്ദുവിന്റെ അച്ഛന്റെ പേരിലുള്ള ട്രഷറി അക്കൗണ്ട് പോലെ പണം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ബന്ധവുമില്ലായിരുന്നു. അതായത് 2003 കാലയളവ് മുതൽ തന്നെ സെബാസ്റ്റ്യൻ അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയം തൊട്ട് സെബാസ്റ്റ്യൻ ബിന്ദുവിനൊപ്പം സൗഹൃദം നടിച്ചുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഇറ്റലിയിലുള്ള സഹോദരന് അബ്കാരി കേസുകളുമൊക്കെ ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ബിന്ദുവിന്റെ അമ്പലപ്പുഴയിലെ ബന്ധുക്കളെയൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ ബിന്ദു ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിനുൾപ്പെടെ പകരം ആളുകളെ ഹാജരാക്കി എത്തിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബന്ധുക്കൾ കാണാനായി വരുമ്പോൾ ബിന്ദു ഓട്ടോറിക്ഷയിലേക്ക് കയറി പോകുന്ന അല്ലെങ്കിൽ വാഹനത്തിലേക്ക് കയറി പോകുന്നു, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നു. അങ്ങനെ ആളുകളെ വളരെ ബുദ്ധിപൂർവ്വം കബളിപ്പിച്ചിട്ടാണ് ഈ ബന്ധുക്കളെല്ലാം പെട്ടുപോയത്, അല്ലേ ശരണ്യ? അതുകൊണ്ടാണ് ഈ 2006 കാണാതായി എന്ന് കരുതപ്പെടുന്ന ബിന്ദു പത്മനാഭനെ കുറിച്ച് സഹോദരൻ ഒരു പരാതി നൽകാൻ 2017 വരെ സമയമെടുത്തത്.
തീർച്ചയായിട്ടും. അതായത് ബിന്ദുവിനെ സഹോദരൻ തമ്മിലാണ് ആദ്യം ഇയാൾ തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. ബിന്ദുവിന്റെ സഹോദരന്റെ ഭാര്യ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അച്ഛന്റെ മരണശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവരെ ഫാമിലിയെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യാൻ ഇയാൾക്ക് കഴിയുന്നുണ്ട്. അച്ഛനും അമ്മയും മരണപ്പെടുന്നു, സഹോദരൻ ഇറ്റലിയിലാണ്, ബന്ധുക്കൾ. അപ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരാളെ കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സെബാസ്റ്റിന് കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ബിന്ദുവിന് ചില ലഹരി ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അത്തരത്തിൽ പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീയാണ്. അന്നത്തെ കാലത്ത് അവര് ബാംഗ്ലൂരിൽ നിന്നും MBA പാസ്സായി നാട്ടിലെത്തിയ ഒരു സ്ത്രീയാണ്. അത്തരത്തിൽ ഇവര് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഒക്കെയായി പഠനം നടത്തി വന്നൊരു യുവതി കൂടിയാണ്. അങ്ങനെ ഒരാളെ സ്വാധീനിച്ച് ഈ കറക്റ്റായി സെബാസ്റ്റ്യൻ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ സെബാസ്റ്റ്യന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം തന്നെ. ഓരോ സ്ത്രീകളെയും അയാൾ കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് അതീവ രഹസ്യമായി ബന്ധങ്ങൾ സൂക്ഷിക്കുകയും ആ ബന്ധങ്ങളുടെ പുറത്ത് ഈ സ്ത്രീകൾ അവിടേക്ക് എത്തുമ്പോൾ ഒറ്റയ്ക്ക് കൃത്യം നിർവഹിക്കാനായി അയാൾ ആ കൃത്യനിർവഹണ സമയത്ത് ഒറ്റയ്ക്ക് ഇത് അതീവ രഹസ്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ എല്ലാവർക്കും അറിയാം ഈ സ്ത്രീകൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണ് സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കാനോ കണ്ടെത്താനോ മറ്റൊരാളെ സാക്ഷിയായി നിർത്താൻ സെബാസ്റ്റ്യൻ കൂട്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുകളിലെല്ലാം സെബാസ്റ്റ്യൻ ഇത്രയും കാലം അങ്ങനെ നിലനിന്ന് പോകാൻ കഴിഞ്ഞത്. ഇതിൽ തന്നെ 2013 ബിന്ദുവിലെ ഇടപ്പള്ളിയിലെ സ്വത്തുക്കൾ വിറ്റു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നു. ഇടപ്പള്ളിയിലെ സ്വത്തെന്നൊക്കെ പറഞ്ഞാൽ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളായിരുന്നു. ആ സ്വത്തുക്കൾ ഉൾപ്പെടെ വിറ്റ് സെബാസ്റ്റ്യൻ അതിസമ്പന്നനായി എത്തുന്നു. 2017 ബിന്ദുവിന്റെ സഹോദരൻ നാട്ടിലെത്തി സെബാസ്റ്റ്യനെ കാണാനായി ശ്രമിക്കുമ്പോൾ 4 മാസമാണ് അയാൾ പ്രവീണിനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ ബിന്ദു പ്രവീണിന്റെ പേരിൽ പണം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കള്ളമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ബിന്ദുവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബാംഗ്ലൂരിൽ ഉണ്ട് എന്നുള്ള മറുപടി പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി പ്രവീൺ ഈ കേസുമായി നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്ക് വരികയായിരുന്നു. പക്ഷെ അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. 2017 ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ആഭ്യന്തര വകുപ്പിന് നേരിട്ടാണ് പ്രവീൺ പരാതി നൽകുന്നത്. ആ പരാതിയിൽ സഹോദരി കാണാനില്ല എന്ന് മാത്രമല്ല, സഹോദരിയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ 3 ഏക്കറോളം വരുന്ന വിവിധ ഇടങ്ങളിലെ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ, പകരം വ്യാജ മുക്തിയാറിന്റെ കോപ്പികൾ, ഒപ്പം തന്നെ പകരം ബിന്ദുവിന് പകരം ഹാജരായ ആൾ ആരാണ്, രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരായത് ആരാണ്, ജയയുടെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു പരാതിയാണ് നൽകിയത്. എന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഒരു കൊലപാതകം നടന്നു എന്ന് സംശയിക്കാത്ത, അല്ലെങ്കിൽ ആ സ്ത്രീ അപായപ്പെട്ടു എന്ന് സംശയിക്കാത്ത രീതിയിൽ അന്വേഷണം നടത്തി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് ബിന്ദുവിന്റെ സഹോദരൻ ഉന്നയിക്കുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പ് തല അന്വേഷണം ഉൾപ്പെടെ വേണ്ടതാണ്. കാരണം അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുരേന്ദ്രൻ, AG ലാൽ, അതായത് DYSP ആയിരുന്ന AG ലാൽ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു പരാതിയുടെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആഭ്യന്തര വകുപ്പിൽ നിന്ന് നേരിട്ട് ഫോർവേഡ് ചെയ്ത് ഇവിടേക്ക് വന്ന പരാതിയിൽ FIR ഇടാൻ 60 ദിവസം ഈ പോലീസിന്, കുത്തിയതോടെ പോലീസ് സ്റ്റേഷൻ CI ആയിരുന്നു അന്ന് ഈ പട്ടണക്കാട് സ്റ്റേഷന്റെ ചുമതലയുള്ളത്. അവർക്ക് അത്തരത്തിലൊരു FIR ഇടാൻ പോലും, ഇത്രയും തെളിവുകൾ വന്ന കേസിൽ FIR ഇടാൻ പോലും 60 ദിവസം വേണ്ടി വന്നു. സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യാൻ 6.5 മാസക്കാലം പോലീസ് എടുത്തു എന്നുള്ളതാണ്. അതായത് സെബാസ്റ്റ്യന് കൃത്യമായി ആ പണം ഉപയോഗിച്ച് നിയമസഹായം തേടാനും പോലീസിന് മുന്നിലേക്ക് എത്തുമ്പോൾ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരാനും ഉള്ള രീതിയിൽ സെബാസ്റ്റ്യന് കൃത്യമായൊരു ട്രെയിനിങ് ഉൾപ്പെടെ ലഭിച്ചു എന്നാണ് ബിന്ദുവിന്റെ സഹോദരൻ പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കാരണം ഈ കേസിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതിലുണ്ട്. കാരണം ബിന്ദുവിന് ശേഷവും സ്ത്രീകൾ അപായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അപായപ്പെട്ടു പോകാനും ആ സ്ത്രീകൾ മരണപ്പെടാനുമുള്ള കാരണം ഈ അന്വേഷണ സംഘം വരുത്തിയ വലിയ ഒരു വീഴ്ച അതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 2006 നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ തന്നെ കൊല ചെയ്തിട്ടുമുണ്ടാകാം. അതിനുശേഷം 2012 സമാനമായ രീതിയിൽ ഐഷ എന്ന് പറയുന്ന യുവതിയെ കാണാതാകുന്നു. അവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. 2018 സമാനമായ സംഭവം, 2020 ഏറ്റവും ഒടുവിൽ 2024 വരെ സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടി വിലസി നടക്കാൻ സെബാസ്റ്റ്യന് സാഹചര്യങ്ങൾ ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, അല്ലേ?
തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് 2006 ബിന്ദു പത്മനാഭൻ 2006 ശേഷം ജീവനോടെ ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതിനുശേഷം 2013 ആണ് 2013 കണക്ട് ചെയ്യാൻ മാത്രമാണ് അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 2013 അന്വേഷണ സംഘം എത്തുമ്പോൾ ഐഷ എന്ന സ്ത്രീ ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു കേസ് വരുന്നു. പക്ഷേ ഈ 2013 ഒരിക്കൽ പോലും സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്തേക്ക് വരികയോ സെബാസ്റ്റ്യൻ സംശയദൃഷ്ടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ കേസുകളെല്ലാം വഴിതിരിഞ്ഞു വരുന്നത് ഈ ജൈനമ്മ തിരോധാന കേസിലെ കോട്ടയത്തെ അന്വേഷണ സംഘത്തിന്റെ ഇടപെടലോടുകൂടിയാണ്. അതായത് കഴിഞ്ഞ ജൂലൈയിൽ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തോടെയാണ് ഈ കേസ് പൊടിതട്ടി വരികയും ആലപ്പുഴയിലെ അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ ഇത് അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റാത്ത കേസാണ് എന്നുള്ള രീതിയിലേക്ക്, വളരെ ഗൗരവമുള്ള കേസാണ് എന്നുള്ള രീതിയിലേക്ക് ആലപ്പുഴയിലെ അന്വേഷണ സംഘം വരികയും ചെയ്തിട്ടുള്ളത്. അതുവരെ ചേർത്തല കേന്ദ്രീകരിച്ച് ഒതുക്കി വെച്ചിരുന്ന ഒരു കേസ് തന്നെയാണ് ഇതെന്നുള്ളതാണ്. കാരണം സെബാസ്റ്റ്യൻ ബിന്ദുവിന്റെ കേസിൽ റിമാൻഡിൽ പോയി വളരെ ഈസിയായി അയാൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അത് അയാളുടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഊർജം പകരുന്ന രീതിയിലേക്ക് ആ നിയമ നീക്കങ്ങൾ ഉണ്ടായി. അത് ഗുണകരമായി അയാൾക്ക് മാറി. അയാൾ ഒരു സീരിയൽ കില്ലർ എന്നൊരു വേർഷനിലേക്ക് പോകുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയ റോസമ്മ എന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ്. അതായത് ബിന്ദുവും ജൈനമ്മയ്ക്കും ഇടയിൽ ഒരു ആൾ ഉണ്ട് അല്ലെങ്കിൽ ആളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത് ആ വാർത്താ വഴികൾ നമ്മുടേതായിരുന്നു. ന്യൂസ് 18 വാർത്താ സംഘത്തിന് മുന്നിൽ ഇവരുടെ ഈ സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തും ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെയും കാണാതായ ഐഷ എന്ന സ്ത്രീയുടെയും ഈ റോസമ്മ എന്ന ഇവരുടെ സുഹൃത്തായ റോസമ്മ എന്ന സ്ത്രീ നമ്മളോട് നടത്തിയ വെളിപ്പെടുത്തലായിരുന്നു ഏറ്റവും നിർണായകമായത്. അതായത് പോലീസിന്റെ മുന്നിൽ ഐഷ എന്നുള്ള കേസ് ക്ലോസ്ഡ് ആയ അൺഡിക്റ്റഡ് ആയ ഒരു കേസായിരുന്നു. എന്നാൽ മുൻ സർക്കാർ ജീവനക്കാരിയായ ഐഷ കാണാതായതിന് പിന്നിൽ സെബാസ്റ്റ്യന് കൃത്യമായ പങ്കുണ്ടെന്ന് ഇവരുടെ സെബാസ്റ്റ്യൻ മുൻ പെൺ സുഹൃത്തായിരുന്ന റോസമ്മ നമ്മളോട് വെളിപ്പെടുത്തുന്നു. ഐഷയുടെ ഭൂമിയുടെ രജിസ്ട്രേഷന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ഈ ഭൂമി അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾക്കാണ് ഇവർ പോയത് എന്നുള്ള കാര്യം കൂടി നമ്മളോട് അവർ പറയുന്നു. ഈ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം സെബാസ്റ്റ്യന്റെ കൈവശം ഐഷ നൽകിയിരുന്നു. ആ പണം തിരികെ ചോദിക്കാനായി പോയ ഐഷയാണ് പിന്നീട് മടങ്ങി വരാത്തത്. അന്ന് ഐഷ പോകുമ്പോൾ തെരച്ചിൽ നടത്തുമ്പോൾ വീട്ടിൽ ഉച്ചയ്ക്ക് കഴിക്കാനായി വെച്ചിട്ട ചോറ് അടച്ചിട്ട നിലയിൽ വരെ ഉണ്ടായിരുന്നു. അതായത് ആ രീതിയിൽ എങ്ങോട്ടും പോയതല്ല, അവർ അപായപ്പെട്ടതാണ് എന്നുള്ളൊരു കണക്ക് കൂട്ടലിലേക്ക് എന്തുകൊണ്ട് അന്വേഷണ സംഘം ചേർത്തല പോലീസ് പോയില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെയും കേസുകൾ ഇതിനകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഈ റോസമ്മ വെളിപ്പെടുത്തിയതിനു ശേഷം ന്യൂസ് 18നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇതിന്റെ പിന്നാലെ ക്രൈംബ്രാഞ്ച് എത്തി, സ്പെഷ്യൽ ബ്രാഞ്ച് എത്തി, ഒപ്പം തന്നെ അന്വേഷണ സംഘം ചേർത്തല പോലീസ് എത്തുകയും ചെയ്തു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടി എർത്ത് സയൻസിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് ഡിറ്റക്ടിംഗ് റഡാറുകൾ ഉപയോഗിച്ചിട്ട് പരിശോധന നടത്തി. ആ പരിശോധന റോസമ്മയുടെ വീട്ടിലേക്ക്, അതായത് റോസമ്മ പറയുന്ന കാര്യങ്ങൾ പല കാര്യങ്ങളിലും വിരുദ്ധതയുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. സെബാസ്റ്റ്യനുമായി ഐഷ തിരോധാനത്തിന് ശേഷം ബന്ധമില്ലെന്ന് റോസമ്മ നമ്മളോട് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അവർ അത് തിരുത്തി 2017 തങ്ങളുടെ ബന്ധം ഒരു വിവാഹം കഴിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വരെ എത്തിയിരുന്നു എന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടി. പിന്നാലെ ചേർത്തല പോലീസ് റോസമ്മയെ ചോദ്യം ചെയ്തു. റോസമ്മയുടെ വീട്ടിൽ റോസമ്മയുടെ ദുരൂഹത നിറഞ്ഞ കോഴി ഫാമിൽ ഉൾപ്പെടെ ഈ എർത്ത് ഡിറ്റക്ടിംഗ് റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നു. ഈ ഐഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ കാര്യം ആ കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല 9 അംഗ അന്വേഷണ സംഘം ആ കേസ് അന്വേഷിക്കുകയാണ്. സെബാസ്റ്റ്യനെ ഐഷ കേസിൽ കൂടി വരും ദിവസങ്ങളിൽ പ്രതി ചേർക്കും എന്നുള്ള വിവരവും ലഭ്യമാകുന്നുണ്ട്. ഐഷയും കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ സെബാസ്റ്റ്യൻ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലിലേക്കാണ്. ഏറ്റവും വിദഗ്ധനായ അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിശാലിയായ ഒരു ക്രിമിനൽ എന്നാണ് സെബാസ്റ്റ്യനെ, കില്ലർ എന്നാണ് സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ആളുകളുമായി ഇടപെട്ടാൽ വളരെ പെട്ടെന്ന് തനിക്കെതിരായി അല്ലെങ്കിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ പഠിച്ചെടുക്കാൻ കഴിയുള്ള ആൾ, അവർക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ച് നമ്മളോട് പെരുമാറുന്ന ആൾ, നമ്മളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ആൾ, അങ്ങനെ വളരെ പഠിക്കേണ്ട ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ് പ്രഗത്ഭരായ തന്നെ പറയുന്നത്. സൈക്കോ കില്ലറിന് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ഏത് കേസാണെങ്കിലും കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ, അത് ശാസ്ത്രീയമായ തെളിവുകൾ അടക്കം വേണ്ടതുണ്ട്. അപ്പോൾ ഈ
സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടും കൃത്യമായ പങ്ക് സെബാസ്റ്റ്യന് ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ അന്വേഷണങ്ങൾ പലതും പല വഴിക്കും പല ഘട്ടങ്ങളിൽ നിന്ന് പോയത് കൃത്യമായ തെളിവുകളുടെ അഭാവം മൂലമാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ കൃത്യമായി പുറത്തു വരാത്തത് മൂലമാണ്. എന്തായാലും ഇപ്പോൾ ഈ ബിന്ദു പത്മനാഭൻ കേസിൽ കുറ്റസമ്മതം സെബാസ്റ്റ്യൻ നടത്തിയതിനാൽ തന്നെ ഇനിയുള്ള ഘട്ടമെന്ന് പറയുന്നത് ഈ തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇനി വേളാങ്കണ്ണിയിൽ അടക്കം എത്തിച്ച് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ബിന്ദു പത്മനാഭനെ ഇയാൾ വകവരുത്തിയിട്ടുണ്ട് എന്നുള്ളത്, അത് ബിന്ദുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി മുറിച്ച് ഇയാൾ കൊണ്ടുപോയി അത് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് അത്തരം സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. സെബാസ്റ്റ്യൻ ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മരം മുറിക്കുന്ന കട്ടർ, ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാണ് ഈ ബോഡി കട്ട് ചെയ്തിട്ടുള്ളത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ നിർണായകമായ വിവരങ്ങൾ, അതായത് ഇന്നലെ കസ്റ്റഡി അപേക്ഷ വെച്ചപ്പോൾ തന്നെ സെബാസ്റ്റ്യനുമായി പുറത്തേക്ക് പോയി തെളിവെടുപ്പ് നടത്തേണ്ട സംസ്ഥാനത്തിൽ, അതായത് ബാംഗ്ലൂർ, കണ്ണൂർ, ബാംഗ്ലൂർ, ഉടുപ്പി, വേളാങ്കണ്ണി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് ഇയാൾക്ക് സഹായം ലഭ്യമായിട്ടുണ്ട്. അതായത് കണ്ണൂരിൽ നിന്നുള്ള സംഘമാണ് സെബാസ്റ്റ്യൻ ആദ്യ കേസിൽ അറസ്റ്റിലാകുന്ന സമയത്ത് കണ്ണൂരിൽ സെബാസ്റ്റ്യൻ ഒളിവിലായിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കണ്ണൂരിൽ നിന്നൊരു സംഘം ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അന്ന് പുറത്തു വന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ബിന്ദു പത്മനാഭൻ ഉടുപ്പിയിൽ വളമായി എന്നുള്ളത്, അതായത് ഉടുപ്പിയിൽ ചെടികൾക്ക് വളമായി എന്നാണ് അന്ന് ആ സംഘത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വിവരങ്ങൾ. അത്തരം കാര്യങ്ങൾ കണ്ണൂർ കേന്ദ്രീകരിച്ചുൾപ്പെടെയുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വേളാങ്കണ്ണി ഈ കേസിലെ നിർണായകമായ ഇടമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലായി ഇയാൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ലഭ്യമാകുന്നു. എന്തായാലും കാലപ്പഴക്കം ഈ കേസിൽ ഒരു വലിയ വെല്ലുവിളി തന്നെ അന്വേഷണ സംഘത്തിന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ, ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ സംഘം, ആലപ്പുഴയിലെ സംഘം. എങ്കിൽ പോലും നമുക്കറിയാം ഈ കേസുകളെല്ലാം കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലിരിക്കുമ്പോഴാണ് ചോദ്യം ചെയ്യലിൽ ഇങ്ങനൊരു കുറ്റസമ്മത മൊഴി, ബിന്ദുവിനെ കൊന്നു എന്ന കുറ്റസമ്മത മൊഴി അയാൾ നൽകിയിട്ടുള്ളത്. ഇതൊരു ജില്ലയിലെ മാത്രമായ കേസായല്ല, ഇവരൊരു ക്രൈംബ്രാഞ്ച് ടീം, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീം ഒരു ടീമായി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആലപ്പുഴയിലെ ടീമും കോട്ടയത്തെയും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ. ഇത് ലീഡ് ചെയ്യുന്നത് 3 ഉദ്യോഗസ്ഥരാണ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി SP മോഹനചന്ദ്രനും, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി ഷൗക്കത്ത് അലി, ഒപ്പം ഗിരീഷ് ബി സാരഥി അടക്കമുള്ള കോട്ടയം ക്രൈംബ്രാഞ്ചിനെ നയിക്കുന്ന ആളുകൾ, DYSP സാജൻ സേവ്യർ അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അവർ കൃത്യമായി ഇതിനകത്തൊരു റിവ്യൂ നടത്തി, ദിവസേന റിവ്യൂ നടത്തിയാണ് ഈ കേസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും സെബാസ്റ്റ്യന് ഈ കേസിനകത്ത് അധികം പിടിച്ചു നിൽക്കാനാവില്ല. പല കേസുകളും പുറത്തേക്ക് വരും. നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട കൂത്താട്ടുകുളം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ, ഏലിയാമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ തിരോധാനം ആലപ്പുഴയിലെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആലപ്പുഴ പോലീസ് അതിന്റെ ഒക്കെ വിശദാംശങ്ങൾ തേടുന്നുണ്ട്. എന്തായാലും സെബാസ്റ്റ്യന്റെ സാന്നിധ്യം പലയിടത്തും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി തിരുവിഴ സ്വദേശിയായ സിന്ധുവിന്റെ തിരോധാനവും സമാനമായ രീതിയിലുള്ള മിസ്സിംഗ് ആണ്. പക്ഷേ അതിനകത്ത് സെബാസ്റ്റ്യന് ഇൻവോൾവ്മെന്റ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു വരുന്നു. ആ കേസും റീഓപ്പൺ ചെയ്തു. എന്തായാലും 2 ജൈനമ്മ കേസ് മാത്രമായി നിന്നിരുന്ന ഒരു കേസിൽ നിന്ന് 5 കേസുകൾ റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച സമാനതകളില്ലാത്ത തരത്തിലുള്ള തിരോധാന കേസുകളുടെ, അത് കൊലപാതക പരമ്പര എന്ന് നമുക്കിപ്പോൾ നിഗമനത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ തർപ്പിച്ച് പറയാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സെബാസ്റ്റ്യൻ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 5 സ്ത്രീകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ പോലീസിന് മുന്നിൽ അനുമാനിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകളുടെ അടക്കം അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ തിരോധാന കേസുകളിലെല്ലാം നിർണായക വഴിത്തിരിവായി മാറാൻ പോകുന്നത് ഇനി ഈ ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ താൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയത് തന്നെ എന്ന കുറ്റസമ്മത മൊഴി ഇപ്പോൾ സെബാസ്റ്റ്യൻ നൽകിയതാണ്. എന്തായാലും ഈ 5 തിരോധാന കേസിലും അതൊരു നിർണായക ഘടകമായ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സൈക്കോ കില്ലറായിട്ടുള്ള സെബാസ്റ്റ്യന്റെ
ഈ കൊലപാതകം, ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നപ്പോൾ മുതൽ തന്നെ ന്യൂസ് 18 നിതാന്തമായി, ശരണ്യ സ്നേഹജൻ നിതാന്തമായി ഈ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പല നിർണായക ഘട്ടങ്ങളിലും പല നിർണായക വെളിപ്പെടുത്തലുകളും തെളിവുകളും ഒക്കെ ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. എല്ലാ അപ്ഡേറ്റ്സുകളും ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 സാധിച്ചിട്ടുണ്ട്. ഈ ബിന്ദു പത്മനാഭൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു നിർണായകമായ മൊഴി അന്വേഷണ സംഘത്തിന് സെബാസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 തന്നെയാണ്. ശരണ്യ സ്നേഹജനാണ് നമുക്കൊപ്പം ആ വാർത്തയുടെ വിശദാംശങ്ങളും ആ വാർത്തയുമായി ചേർന്നത്. ഇനി മടങ്ങിയെത്താം മറ്റു വാർത്തകളിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ വാർത്തകളിലേക്ക്. ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ ED. വാഹന തട്ടിപ്പിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് EDയുടെ പ്രാഥമിക കണ്ടെത്തൽ. ED ഉദ്യോഗസ്ഥർ രേഖകൾ വിശദമായി പരിശോധിച്ചു. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളിലും വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് MVDയും കണ്ടെത്തിയിരുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, നമുക്കറിയാം പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ അടക്കം മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങൾ ഉൾപ്പെട്ട ഒരു കേസാണ്. ഈ പല ഏജൻസികൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്തുന്നുണ്ട്. അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ പുതിയ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു പ്രാഥമികമായ ഒരു യോഗം ചേർന്നിരുന്നു. EDയുടെയും അതോടൊപ്പം തന്നെ ടാക്സ് വിഭാഗ മേധാവികളുടെയും എല്ലാം തന്നെ യോഗം പ്രതിനിധികൾ ഇതിലുണ്ടായിരുന്നു. അത് പ്രാഥമികമായൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇത് ബെനാമി ഇടപാടുകൾ എന്ന രീതിയിൽ ചില ട്രാൻസാക്ഷനിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ കള്ളപ്പണം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലുമുണ്ട്. പക്ഷേ അതിലേക്ക് അന്വേഷണം ഇനിയും മുന്നേറേണ്ടതുണ്ട്. പല രേഖകളടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ എന്ന രീതിയിലാണ് അവർ ഇത് കണ്ടിട്ടുള്ളത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും തന്നെ അന്വേഷിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ, ഈ പണം അത് പുറത്ത് വരാതെ കള്ളപ്പണം ആയിട്ട് തന്നെ കൃത്യമായ കണക്കിൽപ്പെടാതെ കൃത്യമായ ഈ കള്ളപ്പണ ഇടപാടുകൾ മാത്രമായി നടന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഏതാണ്ട് 200-ലധികം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വസ്തുതകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകൾ പ്രധാനമായും കൊച്ചിയും കോഴിക്കോടുമെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അസം സ്വദേശി മഹിൻ അസമിൻ്റെ വാഹനം പിടിച്ചെടുത്തിരുന്നു. അത് ഒരു ഫസ്റ്റ് ഓണർ വാഹനമാ എന്ന രീതിയിലാണ് ഷോറൂമിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിൽ ഇങ്ങനെയൊരാൾ അയാളുടെ ഒരു വ്യക്തമായ രേഖകളോ ഒന്നും തന്നെയില്ല. അതിൻ്റെ ഈ എഞ്ചിൻ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നതാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഇവർക്ക് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത് ഇതിൽ വലിയ രീതിയിലൊരു കൃത്രിമം നടക്കുന്നു എന്നത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാഹനം കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉടമ തന്നെയാണ് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെയൊരാൾ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണം. അതോടൊപ്പം തന്നെയാണ് നടൻ അമിത് ചക്കാലക്കൽ 7 വാഹനങ്ങളാണ് അയാളിൽ നിന്ന് കണ്ടെടുത്തതായിട്ട് കസ്റ്റംസ് പറയുന്നത്. പക്ഷേ അമിത് പറയുന്നത് ഒരു വാഹനമേ തൻ്റെ പേരിലുള്ളൂ. 6 മറ്റു വാഹനങ്ങളെല്ലാം തന്നെ തൻ്റെ റെഫറൻസിൽ ഗ്യാരേജിൽ പണിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലും കസ്റ്റംസ് കൂടുതൽ വ്യക്തത തേടുന്നുണ്ട്. കാരണം അയാൾക്ക് കോയമ്പത്തൂരിലെ വാഹന ഇടപാടുകാരുമായിട്ടുള്ള ഒരു അടുപ്പവും കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് പരിശോധിക്കുന്നു. അമിത് ആ രീതിയിലുള്ളൊരു ഇടനിലക്കാരൻ, കച്ചവടക്കാരനാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് തനിക്കുള്ള ഒരു വാഹന ഭ്രമം മൂലം പലർക്കും, പല താരങ്ങളുടെയും ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് തുടങ്ങിയ ആളുകളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാഹനങ്ങൾ തനിക്ക് അറിയാവുന്നതാണ്, തനിക്ക് ഇത്തരം വാഹന പ്രേമമുള്ളതുകൊണ്ടാണ് അവരും ഇത്തരം കാര്യങ്ങൾ തന്നോട് പങ്കുവയ്ക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിനുപരിയായിട്ട് ഈ താരങ്ങൾക്കിടയിലുള്ള ഈ വാഹന ഇടപാടുകാർ, അതിൽ ഒരു പ്രധാന ഇടനിലക്കാരൻ അമിതാണോ എന്നൊരു സംശയം കസ്റ്റംസിനുണ്ട്. അതുകൊണ്ട് അമിതിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ, ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടേണ്ടതിന് ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്.
10 ദിവസത്തിനകം അമിതിനോട് ഈ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ രേഖകളുമായിട്ടെല്ലാം തന്നെ സമീപിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ കസ്റ്റംസിന് ഇപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടി വിശദീകരണം വേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന്. ഡാനി, ഒരു കാര്യം കൂടി, അതായത് ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇനിയും ദുൽഖറിന്റെ അടക്കം കൂടുതൽ വാഹനങ്ങൾ പിടിച്ചെടുത്തേക്കാം എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിൽ ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ, 2 വാഹനങ്ങളിൽ നിസാൻ പെട്രോൾ സീരീസിൽ പെടുന്ന 2 വാഹനങ്ങളുണ്ട്. ഈ വാഹനങ്ങളുടെ ഒരു വിശദാംശങ്ങൾ കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ച് ഒന്നും തന്നെ കസ്റ്റംസിന്റെ പക്കലില്ല. ഇവർക്ക് കൈമാറിയതായി പറയുന്ന വാഹനങ്ങൾ എവിടെയാണ്, എന്താണെന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തതയിലേക്ക് കസ്റ്റംസിനെത്താനോ കസ്റ്റംസിലേക്ക് അത്തരം വിവരങ്ങൾ ലഭ്യമാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. കൂടുതൽ താരങ്ങൾക്ക് ഇക്കാര്യത്തിൽ അവർ ഉപയോഗിക്കുന്ന ആഡംബര വാഹനങ്ങൾ പലരും പുതിയത് എന്നതിന് പകരം തന്നെ ചിലതെല്ലാം തന്നെ ഈ കുറച്ച് പഴയത് അതിൻ്റെ ഒരു പ്രൗഢിയോടുകൂടി ഉപയോഗിക്കുന്ന രീതിയിലെല്ലാം തന്നെയുണ്ട്. അങ്ങനെ ഒരു ആൻറ്റി കളക്ഷൻ എന്ന രീതിയിലെല്ലാം തന്നെ കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പോൾ ആ വാഹനങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്? അത് ഇന്ത്യൻ രജിസ്ട്രേഷൻ ഉള്ളത് തന്നെയാണെങ്കിൽ കൂടിയും മറ്റ് സംസ്ഥാനങ്ങളുടേതാണെങ്കിൽ കൂടിയും അത് നിയമപ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടതാണോ, അത് ഇത്തരം രേഖകൾ അങ്ങനെയെങ്കിൽ അത് വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ആഴത്തിലടക്കം അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതിന് വിവിധ വകുപ്പുകളുടെ, വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കമുള്ള സഹകരണവും ഏകോപനവും എല്ലാം തന്നെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റേതടക്കമുള്ള കാര്യങ്ങൾ, അവരാണ് ഈ രേഖകളുടെ ഒരു ആധികാരികത അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അവരിൽ നിന്നടക്കം രേഖകൾ ലഭ്യമായാൽ മാത്രം ഇത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു സ്ഥിതിയിലാണുള്ളത്. കഴിഞ്ഞ ദിവസം നടൻ അമിത് ചക്കാലക്കൽ തന്നെ പറഞ്ഞതുപോലെ പല രേഖകളും തന്നെയും ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ പോലും ഇല്ലാത്തൊരവസ്ഥ. കാരണം ഈ ആധാരങ്ങളുടെ മുന്നാധാരം തികയുന്നത് പോലെ തന്നെയാണ് ഈ വാഹനങ്ങളുടെ പഴയ RC ബുക്കുകളും കാര്യങ്ങളും തികഞ്ഞു പോകുന്നത്. പഴയ ഒറിജിനൽ RC ഓണറെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ കൂടി സഹകരണം വേണം. വലിയ രീതിയിലുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമായിരിക്കുകയാണ്. ED അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇത് മറയാക്കിക്കൊണ്ട് ബെനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണം നടന്നിട്ടുണ്ടോ, അത് അങ്ങനെയെങ്കിൽ അത് ഏത് സോഴ്സിൽ നിന്നുള്ളതാണ്, ആർക്കു വേണ്ടിയുള്ളതാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ വളരെ വലുതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ തേടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർത്തത്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. പറവൂരിലെ CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിലെ പ്രതി KM ഷാജഹാനെ ആലുവ റൂറൽ സൈബർ ക്രൈം പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പരാതിക്ക് അടിസ്ഥാനമായ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് പോലീസിന് ഷാജഹാൻ കൈമാറിയിട്ടുണ്ട്. മെമ്മറി കാർഡിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. ഷാജഹാനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. മറ്റൊരു പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് മറ്റന്നാൾ സമർപ്പിച്ചേക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യത്തിനെ എതിർത്തായിരിക്കും അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കുക. അതേസമയം ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മെറ്റ ഡിലീറ്റ് ചെയ്തു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് മെറ്റ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തത്. കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമ എടപ്പാൾ സ്വദേശി യാസിറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ KPCC നേതൃത്വം. നേതാക്കൾ NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമെന്ന കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുത്തും. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, നമുക്കറിയാം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ഏറ്റവും വലിയ നേട്ടം CPM-നും LDF-നും ഉണ്ടായത് ഒരേ സമയം NSS-നെയും SNDP-യെയും ഒരുമിച്ച് നിർത്താൻ, ഒപ്പം നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആ നീക്കം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടാണോ ഇപ്പോൾ കോൺഗ്രസ് തിടുക്കത്തിൽ ഇത്തരത്തിൽ ഒരു അനുനയ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്? തങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് NSS-നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസമാണ് സമദൂരം നിലപാട് തുടരുമെങ്കിലും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് ഒപ്പമാണ് NSS എന്ന് വ്യക്തമാക്കിയത്.
പരസ്യമായി അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ NSSന്റെ പിന്തുണ ഉറപ്പാക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് KPCC നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വരുന്നത്. ആ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധി സംഘം NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള NSS നേതൃത്വവുമായി ചർച്ച നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ വേണമെന്നോ ആരൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരിക്കണമെന്നോ പ്രതിനിധികളായി ആരൊക്കെ NSS ആസ്ഥാനത്തേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല. അത് പാർട്ടി തലത്തിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തണമെന്നൊരു നിലപാടിൽ തന്നെയാണ് KPCC നേതൃത്വവും UDFലെ മറ്റ് ഘടകകക്ഷികളുമെല്ലാം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ G. സുകുമാരൻ നായർ സർക്കാരിന് അനുകൂലമായി ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം വലിയ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസും G. സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ KPCC നേതൃത്വം ഇറങ്ങുന്നു. NSS ആസ്ഥാനത്തെത്തി നേരിട്ട് ചർച്ച നടത്താനാണ് നീക്കം. ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം എന്ന കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. പക്ഷേ ഈ ചർച്ച എപ്പോൾ നടക്കും, ആരൊക്കെ ആയിരിക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച NSS ആസ്ഥാനത്തേക്ക് എത്തുക എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 38 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ നേരിടുന്നതിനിടയിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയ ദിവസമായിരുന്നു. അത് രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസമായി എല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് നിലപാട് മയപ്പെടുത്തി പാലക്കാട് DCC. രാഹുലിന് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രതികരണം. APC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് വരെ പ്രതിപക്ഷ നേതാവ് നിങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള മീറ്റിംഗിൽ പറഞ്ഞാണ്. അതാണ് പാർട്ടിയുടെ നയം, അല്ലാതെ വേറൊന്നും അറിയാം. പിന്നെ കണ്ടാതെ പറയുന്നതിൽ നിങ്ങൾ ഊരുവിളക്ക് പോലെ പറയുന്നത്. രാഹുലിന് ആരുടെയും സഹായം വേണ്ട. അദ്ദേഹത്തിന്റെ കോൺസ്റ്റൻസി അദ്ദേഹം അറിയാവുന്ന ധാരാളം വോട്ടർമാരും പ്രവർത്തകരുമാണ്, ആള് ജനങ്ങളും ഉണ്ട്. അദ്ദേഹം പോകും, അതിലെന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ അറിയാത്തതും പറയണം, എനിക്കറിയാത്ത കാര്യം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത നടപടിയാണ് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു സ്വീകരണവും ഇല്ലല്ലോ. നിങ്ങൾ എന്താ നിങ്ങൾ അവിടെ എന്ത് സ്വീകരണം? അയാൾ സ്റ്റാഫും മറ്റേ രണ്ടാളുള്ളതല്ല, ഒരു സ്വീകരണവും ഇല്ല. ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ മണ്ണാക്കാടൊക്കെ എത്തിയിട്ടാണ് അദ്ദേഹം വന്നു എന്ന് തന്നെ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വീകരണം ഒരുക്കാൻ ഞങ്ങൾക്കറിയാം. പാർട്ടിയുടെ മാറ്റി നിർത്തിയത്, പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിന്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് നടപടിയെടുത്ത് വെളിയിൽ നിൽക്കുന്നു അല്ലേ? പിന്നെ അദ്ദേഹം തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പറ്റും? പൗരനല്ലേ, MLA അല്ലേ അവിടുത്തെ? നിങ്ങൾ അതൊന്നും നടക്കാൻ പാടില്ല. അയാൾ നിങ്ങൾ പറയുന്നതിൽ വളർത്തൂല്ല. നിങ്ങളൊരു കാര്യം അദ്ദേഹം വരുമ്പോ വഴിമാറി നടക്കണം എന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആചാരം പോലെ ഒന്നും പറയരുത്. അദ്ദേഹത്തിന് MLA ആണ്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലോ അവിടെ മരിച്ചവിടെയോ അല്ലെങ്കിൽ കല്യാണത്തിനോ അദ്ദേഹം വിളിച്ചിട്ടാണ് പോകാം. പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കും അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടത് പാർട്ടി എഴുതി കൊടുക്കാൻ പറ്റും. അദ്ദേഹം എന്തിനു സഹകരിക്കും? അവിടെ ജനങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കേണ്ട കാര്യമില്ല. രാഹുൽ വിഷയത്തിലെ കോൺഗ്രസ് സമീപനം ചോദ്യം ചെയ്യപ്പെടുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ വിഷയത്തിൽ കോൺഗ്രസുകാരുടെ സമീപനം കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന സമയത്തും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിലും എത്തിയത്, പാലക്കാട്ടും എത്തിയത്. ഇവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു. കേരളത്തിലെ സ്ത്രീ ജനങ്ങളോട് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ എന്തൊക്കെ തന്നെ വിഷയങ്ങളും വിവാദങ്ങളും ഉണ്ടായാലും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അതേ സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ പാർട്ടി പ്രവർത്തകർ ഉണ്ടാവും എന്ന മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ നൽകുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാലക്കാട്ട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുലിന്റെ സസ്പെൻഷൻ നാടകമാണെന്ന് തെളിഞ്ഞു എന്നാണ് CPM നേതാവ് NN കൃഷ്ണദാസ് പ്രതികരിച്ചത്. കോൺഗ്രസ് പാർട്ടിയാണ് ഇതിന് ജനങ്ങളോട് വിശദീകരണം നൽകേണ്ടത്. എന്നിട്ട് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ എഴുന്നള്ളിച്ച് നടത്തുന്നത്?
ഇത് കോൺഗ്രസ് പാർട്ടി ഈ ദുർഗന്ധം ആ പാർട്ടി ചുമലിലേറ്റി നടന്നാൽ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഇല്ലാതാവുക എന്ന് അവരുടെ നേതൃത്വം എന്താണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധത്തെ ഒഴിവാക്കാൻ അവർ തയ്യാറാവാത്തത്? അവർക്ക് മറ്റെന്തെങ്കിലും ഭയമുണ്ടോ ഈ വ്യക്തിയെ സംബന്ധിച്ച്? ഇത് കോൺഗ്രസ് പാർട്ടിയാണ് ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. എല്ലാ നാടകമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ഇന്നലെ വ്യക്തമായില്ലേ? കോൺഗ്രസിന്റെ ഇനി ഏത് നേതാവാണ് ഇന്നലെ അദ്ദേഹത്തെ എന്നിട്ട് അവർ പറഞ്ഞ് ചേർത്ത് പിടിക്കും എന്നുള്ളതൊക്കെയാണ്. ദുർഗന്ധത്തെ ചേർത്ത് പിടിച്ചാൽ അവരെല്ലാവരും ദുർഗന്ധത്തിന് അടിമയായി കോൺഗ്രസ് പാർട്ടി തന്നെ നശിച്ചു പോവും എന്ന് ഈ നേതൃത്വം മനസ്സിലാക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അവർക്ക് എന്തൊക്കെയോ ഉണ്ട്. ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വിഷമുണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നേതൃത്വത്തിൽ പലർക്കുമുണ്ട്. അതേ ജനങ്ങൾക്ക് സംശയിക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് എന്താണ് സമീപനം എന്നുള്ളത്. അവർ വ്യക്തമാക്കട്ടെ. 38 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പൊതുപരിപാടികളിൽ സജീവമാകാനാണ് രാഹുലിന്റെ തീരുമാനം. പാലിയേക്കരയിലെ ടോൾ തുടരണോ എന്നതിൽ ഹൈക്കോടതി ഇന്ന് തീരുമാനമെടുക്കും. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്നത് പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാവും ടോൾ പിരിവിനുള്ള അനുമതി കാര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം. ഇന്നലെ രാവിലെ മുതൽ ദേശീയപാതയിൽ ഉണ്ടായ ഗതാഗത കുരുക്ക് സംബന്ധിച്ചും ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും. കഴിഞ്ഞ ഓഗസ്റ്റ് 6-നാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. ഉത്തരവ് തിരുത്തി ടോൾ പിരിവിന് അനുമതി നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെയും ടോൾ കരാറുകാരുടെയും ആവശ്യം. കോഴിക്കോട് കോർപ്പറേഷനിൽ തീരദേശ പരിപാലന ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ നിയമവിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ വൻ അട്ടിമറിയെന്ന ആരോപണം. 500ഓളം കെട്ടിടങ്ങൾ അനധികൃതമായി ഉൾപ്പെടുത്തിയെന്നാണ് ആരോപണം ഉയരുന്നത്. കടൽ കായൽ മേഖലകളിൽ നിർമ്മാണത്തിനുള്ള നിയന്ത്രണ പരിധിയിൽ ഇളവുകൾ വരുത്തിയുള്ള തീരദേശ പരിപാലന പ്ലാൻ കഴിഞ്ഞ വർഷം കേന്ദ്രം അംഗീകരിച്ചിരുന്നു. പിന്നാലെയാണ് പിഴ ഈടാക്കി നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചത്. ഇതിൽ തന്നെ തീരദേശ പരിപാലന ചട്ടലംഘനത്തിനൊപ്പം മറ്റു ചട്ടങ്ങൾ ലംഘിക്കാത്ത വീടുകൾക്ക് പിഴ ഒഴിവാക്കാനുള്ള ഉത്തരവും ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ റവന്യൂ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ 1000-നടുത്ത് ഗാർഹിക കെട്ടിടങ്ങളാണ് കോർപ്പറേഷൻ പരിധിയിൽ കണ്ടെത്തിയത്. ഇക്കാര്യം കൗൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിൽ 1545 കെട്ടിടങ്ങളുടെ പട്ടികയാണ് അവതരിപ്പിച്ചത്. ഒറ്റ മാസത്തിലുണ്ടായ വർധനവ് 500-ലധികം കെട്ടിടങ്ങൾ. പിഴ അടച്ചും അടയ്ക്കാതെയും അനധികൃത നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താനുള്ള നടപടിയിൽ കോർപ്പറേഷൻ പരിധിയിൽ വലിയ അട്ടിമറി നടന്നതായും ആരോപണമുണ്ട്. വരയ്ക്കൽ ബീച്ചിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന വൻകിട ഫ്ളാറ്റ് സമുച്ചയം പിഴ ഈടാക്കി ക്രമപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഈ അട്ടിമറിയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതെങ്ങനെയാണ് അനീഷ്? ആര്യ, നേരത്തെ വലിയ വിവാദമായ രീതിയിലായിരുന്നു തീരദേശ പരിപാലന ചട്ടം നടപ്പാക്കിയിരുന്നത്. അത് ഈ തീരദേശ പ്രദേശങ്ങളിലെ കെട്ടിട നിർമ്മാണത്തിൽ, പ്രത്യേകിച്ചും വീടടക്കമുള്ളവരുടെ നിർമ്മാണത്തിൽ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു തീരദേശ പരിപാലന ചട്ടങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ പ്ലാൻ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത്. പിന്നീട് ഇക്കാര്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. പ്രത്യേകിച്ചും ഈ തീരദേശ പരിപാലന ചട്ടത്തിന്റെ ഭാഗമായുള്ള സോണുകളിൽ മാറ്റം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 30ഓളം പഞ്ചായത്തുകൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുകയുണ്ടായി. ഈ കേന്ദ്ര നിയമത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഇളവുകളുടെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത്. അത് ഒരു നിശ്ചിത പിഴ ഈടാക്കി ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയിരിക്കുന്ന, അതും തീരദേശ പരിപാലന ചട്ടത്തിന്റെ ലംഘനം മാത്രമാണെങ്കിൽ അതിൽ ക്രമപ്പെടുത്തി നൽകാമെന്ന ഉത്തരവാണ്. അത് മറ്റ് നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അനുവദിക്കാനാവില്ല. ഈ തീരദേശ പരിപാലന ചട്ടങ്ങളിലെ ലംഘനം മാത്രം കണക്കിലെടുത്ത് ഈ ഗാർഹിക ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ചും വീടുകൾക്ക് ഇത്തരത്തിൽ ഇളവ് നൽകാം എന്ന് അറിയിച്ചു. അത് പണം ഈടാക്കിയും പണം ഈടാക്കാതെയുമുള്ള ഒരു പദ്ധതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയാണ് ഈ 1000 പേരുടെ പട്ടിക കോഴിക്കോട് കോർപ്പറേഷൻ ഈ റവന്യൂ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി 1000 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. അത് നേരത്തെ കൗൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിലിലേക്കാണ് ആ പട്ടികയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഏതാണ്ട് 1500-ലധികം ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പട്ടിക സമർപ്പിച്ചത്. അതിൽ ഈ 1500-ലധികം ആളുകൾക്ക് പിഴ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ക്രമപ്പെടുത്താൻ അനുവദിക്കണമെന്ന
ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് ഇതിൽ വലിയ ക്രമക്കേടുണ്ട് എന്നാണ് നഗരസഭയിലെ പ്രതിപക്ഷമടക്കം ആരോപിക്കുന്നത്. കാരണം 1000 പേരെ നേരത്തെ റവന്യൂ ഇൻസ്പെക്ടർമാർ പരിശോധന നടത്തി കണ്ടെത്തിയതാണ്. അതിനപ്പുറത്തേക്കുള്ള കെട്ടിടങ്ങൾ എവിടെ നിന്നും വന്നു എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ പുതിയ ചില നിയമങ്ങൾ അനുസരിച്ച് വിനോദസഞ്ചാരമൊക്കെ നടക്കുന്ന മേഖലകളിൽ ഒരുപാട് നാളുകളായി അടച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പിന്നീട് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന തരം മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി ഈ പിഴ അടയ്ക്കാതെ ഈ കെട്ടിടങ്ങൾ ക്രമപ്പെടുത്തുകയും അത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കെട്ടിടങ്ങളാക്കി മാറ്റുകയും ചെയ്യാം എന്നതാണ് ഇതിന്റെ പിന്നിലെ മറ്റൊരു അട്ടിമറി എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് നേരത്തെ പിഴ ഒടുക്കിയടക്കം ക്രമപ്പെടുത്തുന്ന നീക്കം ഈ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു കെട്ടിടം ഈ വരയ്ക്കൽ ബീച്ചിന് സമീപമുള്ള ബഹുനില അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിന് ഇത്തരത്തിൽ പിഴ വാങ്ങി ക്രമപ്പെടുത്താൻ അനുമതി നൽകിയതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പെഷ്യൽ സെക്രട്ടറി കത്ത് നൽകിയതടക്കം ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു നിയമലംഘനമെന്നാണ് ഇതിനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആര്യ. ഓക്കെ, MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. CPI ജനറൽ സെക്രട്ടറിയായി D രാജ തുടരും. കേരളം D രാജ തുടരുന്നതിനോട് എതിർപ്പറിയിച്ചിരുന്നു. പ്രായപരിധി കർശനമായി പാലിക്കണമെന്നും D രാജ മാറണമെന്നുമായിരുന്നു കേരള നേതൃത്വത്തിന്റെ നിലപാട്. അമർജിത് കൗറിനെയും പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. ദേശീയ എക്സിക്യൂട്ടീവിനെയും കൌൺസിലിനെയും ഇന്ന് തെരഞ്ഞെടുക്കും. P സന്തോഷ് കുമാർ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയേക്കും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചു. 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം പെൻഷൻ ലഭിക്കുക. ക്ഷേമ പെൻഷനിൽ ഇപ്പോൾ 1 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ കുടിശ്ശികയും വിതരണം ചെയ്യും. ലഡാക്കിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഘർഷത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ സോണൽ വാങ്ചുക്കിനെ പഴിച്ച കേന്ദ്രം. വാങ്ചുക്കിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായും അതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രതിഷേധം അക്രമാസക്തമായതോടെ വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. രാകേഷ് ചേരുന്നു. രാകേഷ്, വിശദാംശങ്ങൾ. ആര്യ, കഴിഞ്ഞ കുറേ നാളുകളായി ലഡാക്ക് ജനതയുടെ ആവശ്യമാണ് പൂർണ്ണ സംസ്ഥാന പദവി, ഒപ്പം തന്നെ സ്വയംഭരണാവകാശം. അതുൾപ്പെടെ 4 ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരുന്നത്. നിരാഹാര സമരം പലപ്പോഴായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സെപ്റ്റംബർ 10-നാണ് വീണ്ടും സോണൽ വാങ്ചുക്കും മറ്റു 2 പേരും നിരാഹാരം ആരംഭിച്ചത്. അതിന് പിന്നാലെ ഇന്നലെയാണ് അത് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. അതായത് ഈ നിരാഹാരം, വാങ്ചുക്കിനൊപ്പം നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന മറ്റു 2 പേർ അവരുടെ ആരോഗ്യനില വഷളായി. അതിനുശേഷം അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിലാണ് അത് വലിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പ്രതിഷേധക്കാർ പിന്നീട് BJP ഓഫീസ് ആക്രമിക്കുന്ന, തീവയ്ക്കുന്ന സാഹചര്യമുണ്ടായി. CRPFന്റെ വാഹനം കത്തിച്ചു. അങ്ങനെ സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് വെടിവെച്ചു. 4 പേർ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിനുശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം വന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ പരിസ്ഥിതി പ്രവർത്തകനായ സോണൽ വാങ്ചുക്കാണ് എന്ന ആരോപണമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. കാരണം സർക്കാർ പറയുന്നത് പല തലത്തിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. പ്രത്യേകിച്ച് ഒക്ടോബർ 6-ന് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. അതല്ലാതെ അനൗപചാരിക ചർച്ചകളും പല വഴിക്ക് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ വാങ്ചുക്കിന്റെ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് നേപ്പാളിലെ സമരവുമായി, ജൻസി പ്രക്ഷോഭവുമായി അതിനെ താരതമ്യം ചെയ്തു. അറബ് വസന്തവുമായി ഒക്കെ തന്നെ താരതമ്യം ചെയ്തു. ഇത് ഒക്കെ തന്നെ പ്രകോപനം സൃഷ്ടിച്ചു എന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാങ്ചുക്കാണ് ഇതിന് ഉത്തരവാദി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഏതായാലും ഈ സംഘർഷം, പ്രതിഷേധം കൈവിട്ടു പോയതിനു പിന്നാലെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നുവെന്ന് വാങ്ചുക്ക് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ പ്രതികരണം വന്നിട്ടുള്ളത് നിലവിലെ സാഹചര്യമൊക്കെ തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. ആര്യ. രാകേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും ന്യൂസ് ടെൻസിൽ കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.